ആരോട് വെച്ചിട്ടാണ് ഈ ജോലി ഉണ്ടാക്കാൻ പോയത്? ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചു. മിണ്ടരുത് നീ. ഇവിടെ നിനക്കൊരു വിചാരമുണ്ട് ഞാൻ വേറെ ഉണ്ണാക്കാനാണെന്ന്. പക്ഷെ അത് അങ്ങനെ അല്ല. ഇവിടെ ഒരാള് ജോലിക്ക് പോയാൽ മതി. ജോലി ഉണ്ടാക്കാൻ നടക്കുന്നു കണ്ടാ അഴിഞ്ഞാടല്ലേ നിനക്ക്? അനാവശ്യം പറയരുത്. വയറ്റി കിടക്കണം. നമുക്കിട്ടല്ല കേറേണ്ടത്. ധൈര്യം ഉണ്ടെങ്കിൽ മുഖത്തേക്ക് ഉറക്കെ പറയണി. നിങ്ങൾ വലിയ ഉദ്യോഗസ്ഥനല്ലേ? 5ന്റെ പൈസ നിങ്ങൾക്ക് ചെലവ് തരാറുണ്ടോ? ഞാൻ ജോലിക്ക് പോകുന്നു പറയുമ്പോ നിങ്ങൾക്ക് ചൊറിച്ചില്. എന്റെ പൈസ എങ്ങനെ ചെലവാക്കണമെന്ന് എനിക്കറിയാം. ഞാനേ നിന്റെ ഭർത്താവാണ്. നിന്റെ ജീവിതം ഉണ്ടല്ലോ എന്റെ ഈ കാൽക്കീഴിലായിരിക്കണം എപ്പോഴും. ഗായു, ആ നീ ഇവിടെ നിന്നിട്ടാണോ വിളിയേക്കാത്ത? രാവിലത്തെ ചായ കിട്ടിയില്ല. ഇനി ചായ ആണോ ചാരായ വേണ്ടത് ആർക്കറിയാം? എന്താ നീ അങ്ങനെ സംസാരിക്കുന്നത്? ഓ, ഞാൻ ഇന്നലെ കുറച്ച് ഓവറായല്ലേ. സോറിഡി, നീ ഒന്ന് ക്ഷമി. ഈ ക്ഷമറച്ചിലൊക്കെ ഇപ്പൊ സ്ഥിരമായിരിക്കുകയാണല്ലോ. എന്നും അല്ലല്ലോ, വല്ലപ്പോഴും പറ്റിപ്പോകുന്നല്ലേ. നീ ഒന്ന് ക്ഷമിക്ക്. എനിക്ക് നീ മാത്രല്ലേ ഉള്ളൂ. വേണമെങ്കിൽ നിന്റെ കാലാണ്. ഏട്ടാ എനിക്ക് പിണക്കമൊന്നുമില്ല. ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ വരാം. നമുക്ക് എന്റെ അച്ഛനെ ഒന്ന് കാണാൻ പോവാം. എനിക്ക് ഞാൻ അച്ഛനെ വിളിച്ച് പറയട്ടെ? ആ, വിളിച്ച് പറയണ്ട. നമുക്ക് അച്ഛനൊരു സർപ്രൈസ് ആയിക്കോട്ടെ. അച്ഛനെന്ന് പറയുമ്പോ മോക്കങ്ങ് സന്തോഷമായിരുന്നു. ചായ എടുക്കും. ഇപ്പൊ എടുക്കാവേ. ആരെ കാണിക്കാനാണ് ഈ കെട്ടി ഒരുങ്ങി നിൽക്കുന്നത്? ഏട്ടാ ഏട്ടനല്ലേ പറഞ്ഞു അച്ഛനെ കാണാൻ പോവാന്ന്? അച്ഛൻ്റെ അച്ചാർ എന്റെ അച്ഛനെ പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞോന്ന് എന്ത് ചെയ്യൂടി? കാശിന് ഗുണമില്ലാത്തവരെ തന്തയും പോളും. നാളെ എനിക്ക് മതിയായടി. എന്നും അയാളുടെ ഉപദ്രവ. ഇന്നലെ തന്നെ അയാൾ എന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ഞാൻ. എടി നിനക്ക് നിന്റെ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞൂടെ? എടി അച്ഛൻ ഇതൊക്കെ അറിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാ ഞാൻ ഇപ്പൊ മരണം മുമ്പിൽ കണ്ട ജീവിക്കുന്ന തന്നെ. നല്ല ജോലി നല്ല പഠിപ്പെന്നൊക്കെ പറഞ്ഞ ഈ വിവാഹം നടത്തിയത്. ഈ കല്യാണം കഴിഞ്ഞപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് അയാൾക്ക് ഈ കുടുംബക്കാരുമായിട്ടൊരു ബന്ധമില്ലാന്ന്. ഇതൊക്കെ എന്റെ വീട്ടിൽ പറഞ്ഞ വിശ്വസിക്കുവോ? എന്റെ വീട്ടിലൊന്നും അയാൾ നല്ല പിള്ളയാണല്ലോ. ഇനി അയാൾ നിന്നെ ഉപദ്രവിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ ഫോണിൽ വീഡിയോ എടുത്ത് നിന്റെ വീട്ടുകാരെ കാണിക്കണം. ഇനി അതേ ഉള്ളൂ ഒരു വഴി. ശരിയടി, ഞാൻ വിളിക്കാം. മോളെന്തിനാ പേടിക്കുന്നത്? ഞാനല്ലേ. പക്ഷേ ഞാൻ ഇന്നലത്തെ കാര്യം ഒന്നും ഓർമ്മയില്ലല്ലേ? ഞാൻ ഇന്നലെയും കുറച്ച് ഓവറായിരുന്നല്ലേ. നീ എന്തെങ്കിലും എന്റെ അടുത്ത് ആവശ്യമില്ലാതെ സംസാരിച്ചാണോ? സാരല്ല, ഇനി ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോ നീ എന്നെ എതിർത്ത് സംസാരിക്കായിരുന്നാ മതി. പ്രോബ്ലം ഇല്ലല്ലോ. അപ്പൊ ഞാനാണല്ലേ പ്രശ്നം? ഞാൻ മിണ്ടായിരുന്ന പിന്നെ കുഴപ്പമില്ലല്ലോ. ശരി, ഞാൻ മിണ്ടുന്നില്ല, പോരെ? ഇതാണ് നിന്റെ പ്രശ്നം. അപ്പോഴേക്കും പിണങ്ങി. നീയാണ് ആവശ്യമില്ലാതെ ഓവർ തിങ്ക് ചെയ്ത് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇനി ഇരുട്ടുന്നത് വരെ ജോലിയും ചെയ്തിട്ട് ഞാനൊന്ന് റിലാക്സ് ആവാൻ വേണ്ടി കുറച്ച് മദ്യപിക്കുന്നതാണോ നീ എന്നെ കണ്ട കുറ്റം? ഏട്ടാ അത് മതി. ഞാൻ കുടിക്കുന്ന എന്റെ പൈസക്കാണ്. എനിക്ക് ആവശ്യം കുറച്ച് സമാധാനമാണ്. അല്ലെങ്കിലും നിനക്ക് എന്നോട് ഇപ്പൊ പഴയ സ്നേഹമൊന്നും ഇല്ലല്ലോ. 4 ആളെ നോക്കുമ്പോ ഞാൻ കള്ളുകൂടിയേ വയസ്സൻ, നീ ആണെങ്കിലോ ചെറുപ്പക്കാരി. അപ്പൊ കുറച്ച് വെറുപ്പൊക്കെ ആവാം. ഞാൻ പോരാത്തവനാണെന്ന് എനിക്ക് തോന്നിയിട്ടാണല്ലോ നീ പുതിയ ജോലിക്കൊക്കെ ശ്രമിക്കുന്നത്. ഏട്ടന് എന്തൊക്കെയാ പറയുന്നേ? ഞാൻ അങ്ങനെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇപ്പൊ ഏട്ടനാണ് കാടുകയറി ചിന്തിക്കുന്നത്. നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാനാണ് കുഴപ്പക്കാരി. അച്ഛനോ? അച്ഛൻ്റെ ഒരു മുന്നറിയിപ്പില്ലാതെ വാ. ഇന്നായിരുന്നല്ലോ രമേശന്റെ മോളുടെ കല്യാണം. നീ നിന്റെ ഭർത്താവും ഒരു കുടുംബ പരിപാടിക്കും പങ്കെടുക്കില്ലല്ലോ. അവിടെ വരെ വന്നോണ്ട് നിന്നെ ഒന്ന് കാണാന്ന് കരുതി. അച്ഛനെ ഈ തോന്നലൊക്കെ എന്ന് മുതലാ തുടങ്ങിയത്? അതെന്താടി മോളെ അങ്ങനെ ഒരു സംസാരം? ഒന്നുമില്ല. അച്ഛൻ ഇരിക്കാൻ ചായ എടുക്കാം. അച്ഛന്റെ പാദം. വേണ്ട വേണ്ട. അച്ഛൻ നിൽക്കുന്നേ. ഗായത്രി കണ്ടില്ലേ? കണ്ടു. അച്ഛൻ ഞാൻ ഇന്ന് കുറച്ച് ലേറ്റ് ആയിപ്പോയി. അച്ഛൻ ഇന്ന് ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്ത് പതുക്കെ ഇന്ന് ഇറങ്ങിയാ മതി. അച്ഛൻ ഇങ്ങോട്ടോട്ട് തന്നെ ഇറങ്ങിയാണോ? അല്ല, ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങോട്ടൊന്ന് കയറി. ഞാനിപ്പോ ഇറങ്ങി. എന്നാ പിന്നെ കുഴപ്പമില്ല, ഞാൻ എന്നാ ഇറങ്ങട്ടെ. ശരി മോളെ, ഞാൻ ഇറങ്ങുവാണേ.
ഷമ്മിമോന് എന്ത് സ്നേഹാ മോളെ നിന്നോട്. നിന്റെ ഭാഗ്യം. അച്ഛനെ സ്നേഹമൊന്നും കണ്ട് വീഴാൻ നിക്കണ്ട. ദേഷ്യം വരുമ്പം അങ്ങയുടെ ഓരോ കാര്യങ്ങൾ കണ്ടാണ്ടല്ലോ ഒരു അച്ഛനോട് പറയാൻ പോലും പറ്റില്ല. ആണുങ്ങളാവുമ്പോൾ കുറച്ച് ദേഷ്യമൊക്കെ കാണിച്ചെന്നിരിക്കും. അവർക്ക് ഒരുപാട് പ്രശ്നമുള്ളതാ. അതൊക്കെ കണ്ടും കേട്ട് പെരുമാറിയ പോരെ നിനക്ക്. അച്ഛനും അമ്മയും പൊന്നുപോലെ വളർത്തുന്ന പെൺമക്കളെ കണ്ട ചെറ്റുകൾക്ക് തല്ലിക്കൊല്ലാൻ കൊടുക്കുന്നതാണോ കല്യാണം? 2 തല്ലിയിട്ടാലെന്താ? അവനല്ലേ നിന്റെ കാര്യങ്ങളൊക്കെ പൊന്നുപോലെ നോക്കുന്നത്. അവന് ദേഷ്യം വരുമ്പോ നീ റൂം മാറി കിടന്നാ പോരെ. എന്തിനാ അവനെ ശല്യം ചെയ്യാൻ പോണത്? അച്ഛൻ ഈ വീട്ടിൽ നിന്നത് പുറത്തിറങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല. എന്തിനൊരു ജോലിക്ക് പോലും വിടുന്നില്ല. എനിക്ക് അങ്ങനെയൊന്നും അവനെ കണ്ടിട്ട് തോന്നിയിട്ടില്ല. നീ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വീട്ടിൽ വന്ന് നിൽക്കാനുള്ള പരിപാടിയാണെങ്കിൽ അത് നടക്കില്ല. ഒരു കുഞ്ഞു വന്നാൽ തീരാവുന്നുള്ള പ്രശ്നമേ ഉള്ളൂ നിങ്ങളുടെ ഇടയിൽ. കുഞ്ഞോ? നീ ഇതിന്റെ ഇടയിൽ ഒരു കുഞ്ഞ്. അച്ഛന് പോവാൻ സമയമായില്ലേ? അച്ഛൻ ഇറങ്ങാൻ നോക്ക്. ആ ശരി മോളെ, നീ ഒരു നയത്തി നോക്കിയും കണ്ട് നിന്നാ മതി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഗായത്രി, ഗായത്രി, ഡേ ഗായത്രി. കേട്ടു. എന്താ? താഴെ എന്റെ ഓഫീസ് ബാഗിലെ കുറച്ച് സ്നാക്സ് ഇരിക്കും, എടുത്തോണ്ടോ? എടുത്തോണ്ട് വാടി. സൗകര്യമില്ല. ഇപ്പൊ വീട്ടിലും കൂടി തുടങ്ങിയല്ലോ. നിങ്ങൾക്ക് സമാധാനം വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്കും വേണം സമാധാനം. ഇതിവിടെ പറ്റില്ല. എന്റെ വീട്ടിൽ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ നീ ആരടി? ഞാനോ? ഞാൻ നിങ്ങൾ താഴെട്ടിയ ഭാര്യ. നിങ്ങൾ ഈ വിഷയം കൂടി ചാവാനാണോ പോകുന്നത്? ഇതെല്ലാം കൂടെ പുറത്തോളെ. പാട്ടി കഴിവറ. ഇത് വിഷമാണെന്ന് ആരല്ലേ പറഞ്ഞത്? കുടിക്കടി, കുടിക്കടി, കുടിക്കടി. മോളെ, എന്താ പറ്റിയേ? ഞാൻ നിന്നെ തല്ലിയല്ലേ? ഇത്തവണത്തെ എന്നോടൊന്ന് ക്ഷമിക്കും മോളെ. ക്ഷമിച്ചോ? പറ മോളെ. നമുക്കിനി ഇങ്ങനെ മുന്നോട്ട് പോകണ്ട ഏട്ടാ. എനിക്ക് മതിയായി. എനിക്ക് സഹിക്കാൻ വയ്യ. എന്നൊന്ന് വെറുതെ വിടേട്ടാ പ്ലീസ്. മോളെ അങ്ങനൊന്നും പറയല്ലേ മോളെ. എനിക്ക് അബദ്ധം പറ്റിയതാ. ദൈവത്തിനോർത്തും നീ ഒരു തവണത്തേക്ക് കൂടെ ഒന്ന് ക്ഷമിക്കും. നീ ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല. ഞാൻ എന്റെ തലയത്തോട് സത്യം ചെയ്യാം, ഇനി ഞാൻ കുടിക്കില്ല. ഞാൻ കുടി നിർത്തി. ഏട്ടാ എപ്പോഴും ഇത് തന്നെയല്ലേ പറയുന്നത്. എങ്ങനെ ഞാൻ ഏട്ടനെ വിശ്വസിക്കും? ഞാൻ എന്റെ തലയത്തോട് സത്യം ചെയ്തില്ലേ? ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. എന്തേ കാണിക്കുന്ന? പിന്നെ പറ, നീ എന്നോട് ക്ഷമിക്കാൻ ഞാൻ ഇനി എന്താ ചെയ്യണ്ട? പറ. ഒന്നും വേണ്ട. പറഞ്ഞ വാക്കൊന്ന് പാലിച്ചാൽ മാത്രം മതി. നീ എണീക്കുന്ന നോക്കി ഇരിക്കായിരുന്നു ഞാൻ. എനിക്ക് ഇന്ന് കുറച്ച് നേരത്തെ പോണം. അയ്യോ ഏട്ടാ, ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ. അത് കുഴപ്പമില്ല, ഞാൻ പുറത്തുനിന്ന് അയച്ചോളാം. പിന്നെ ഞാൻ കുറച്ച് നേരത്തെ വരാം. നമുക്കിന്ന് അച്ഛനെ ഒന്ന് കാണാൻ പോവാം. അച്ഛൻ എപ്പോഴും പറയും പോലല്ല, ഇന്ന് എന്തായാലും കാണാൻ പോവാം. ശരി, ഞാൻ പോട്ടെ. നീ ഇറങ്ങിക്കോ. എല്ലാം കൊണ്ട് മടുത്തടി. അയാള് വെള്ളമൊടിക്കുന്ന സമയത്ത് ഭയങ്കര ഉപദ്രവാ. എന്റെ ശരീരം ഫുള്ളും അതിന്റെ പാടുകളാ. ആ സമയത്ത് ഞാൻ മരിച്ചാലെന്നോലെ ചിന്തിച്ചിട്ടുണ്ട്. ഇന്നലെ അയാൾ എന്റെ കാലൊക്കെ പിടിച്ച് മാപ്പൊക്കെ പറഞ്ഞു. എങ്കിലും എനിക്കത്ര വിശ്വാസമൊന്നും വന്നിട്ടില്ല. എനിക്ക് കിട്ടി ജോലിക്ക് എന്തായാലും ഞാൻ പോവും, അതുറപ്പാ. പിന്നെ ഇന്ന് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചെല്ലുമ്പോൾ ഞാൻ അച്ഛനോട് ചോദിക്കും കുറച്ച് ദിവസം അവിടെ നിന്നോട്ടെ എന്ന്. ശരിയടി, ഏട്ടൻ വരാൻ സമയമായി. ഞാൻ ഒന്ന് റെഡി ആവട്ടെ. ശരി.
ഇതാണോ എന്റെ തലേ തൊട്ട് സത്യം ചെയ്ത് ഇനി കുടിക്കില്ലാന്ന്? നമ്മളെ സ്നേഹിക്കുന്നവര് നമ്മളെ ചതിക്കുമ്പോൾ ഒരു വേദന ഉണ്ടല്ലോ, വേദന അതെനിക്കറിയോ? ആര് ചതിച്ചു എന്ന്? എന്നിത് എന്തൊക്കെയാ പറയുന്നേ? നിനക്കൊന്നും അറിയില്ലല്ലേ? എടീ, നീ ഫോണിൽ കൂടെ എന്റെ കുറ്റം ഇവിടെ ഇരുന്ന് സല്ലപിച്ചോണ്ടിരുന്നപ്പോ നിന്റെ തൊട്ടടുത്ത് ഞാൻ ഉണ്ടായിരുന്നടി. നിനക്ക് എന്നെ വേണ്ടല്ലേ? നിനക്ക് എന്റെ അച്ഛനെ മതിയല്ലേ? എന്ന് മുതലാടി ഞാൻ നിനക്ക് വിശ്വസിക്കാനുള്ളവനായത്? എന്നെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതൊക്കെ നിന്റെ വീട്ടുകാരടുത്ത് പറഞ്ഞ ആ മരുന്നെ പിടിച്ചാൽ മൂക്കി കയറ്റോ? ഓരോന്ന് വലിച്ചേറ്റിയും കുടിച്ചും വെളിയില്ലാതെ ഓരോന്ന് പറയല്ലേ. നിങ്ങൾ ഒടുക്കത്തൊരു കുടി ഇന്നത്തോടെ തീർത്തില്ല നിങ്ങളെ കുടി. നിക്കറിയോ നീ 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 ആരാന്നാണ് എന്റെ വിചാരം? നീ ആരാന്ന് എന്റെ വിചാരം? നീ മിണ്ടാതിരിക്കടി നീ. നിനക്കെന്നെ വേണ്ട അല്ലേടി? നീ നീ ചാവടി. ചാവ്. ഗായു ഗായു മോളെ ഗായു. മോളെ ഗായു. ഹലോ അച്ഛാ, നമ്മുടെ ഗായു സ്റ്റെപ്പിൽ നിന്ന് വീണായിരുന്നു. ആ, വിളിച്ചിട്ട് എണീക്കുന്നില്ല. അച്ഛനൊന്ന് പെട്ടെന്ന് വരാമോ? ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങുന്നതാണ്. ആ, ഞങ്ങളിപ്പോൾ ഒന്ന് ഇറങ്ങും. ഒന്നങ്ങോട്ട് പറഞ്ഞേ. ആ, ശരി ശരി, പെട്ടെന്ന് ആയിക്കോട്ടെ. ശരി ശരി. അച്ഛാ, എന്റെ ഗായു, എനിക്ക് അവളെ ഒന്ന് കാണണം. അവളില്ലാതെ എന്റെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. എന്തിനാടാ അവളെ കൊണ്ടുപോയി കൊല്ല ചെയ്യാൻ വേണ്ടിട്ടാ? അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവള് സ്റ്റെപ്പിൽ നിന്ന് വീണേനും ഞാനെന്ത് ചെയ്തിട്ട്? ഓ, സ്റ്റെപ്പിന്നാണല്ലോ വീണത്. അവളുടെ ശരീരത്തിലെ ഉണങ്ങാത്ത മുറിവിന്റെ പാടേ ആശുപത്രി വെച്ച് ഞാൻ കണ്ടതാ. അവള് പലതും നിന്നെക്കുറിച്ച് പറഞ്ഞിട്ടും ഞാനതൊന്നും വിശ്വസിച്ചില്ല. എടാ നായിന്റെ മോനെ, നിന്നെ ഞാൻ എന്റെ മോനെ പോലെ കണ്ടത്. എന്നിട്ട് നീ എന്റെ മോളോട് ചെയ്തത് എന്താ? ഈ ജന്മം നിന്നോട് ഞാൻ പൊറുക്കില്ല. വിഷപ്പാമ്പിനെ തലയെ വെച്ച് ജീവിക്കുന്നതിന് തുല്യാടാ നിന്നെപ്പോലുള്ളവന്മാരുടെ കൂടെയുള്ള ജീവിതം. ആ പിന്നെ, ഗായത്രി എന്ന് വിളിച്ച് നീ എന്റെ വീടിന്റെ പടി എങ്ങാനും ചവിട്ടിയ പിന്നെ നിന്റെ ഈ 2 കാല് കാണില്ല. എന്റെ മോളോടെ ഞാൻ അത്രയെങ്കിലും ചെയ്യണം. മാറടാ.